ശ്രീരാമാവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർത്ഥകന്മാരും നാലുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ. അർക്കനും അത്യുച്ചസ്ഥനായ ദ്വയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രന് ഉച്ചസ്ഥനായി മകരൻ രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടുന്നാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ട്. പിറ്റേന്നാൾ സുമിത്രയും പെറ്റതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭുവനേശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ജന്മത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്ര കിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവനാ നാരദ സനകാദി സഹസ്ര നേത്രമുഖേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദര ചിഗുരവും അളക സുഷമയും കാരുണ്യാംസരസ സമ്പൂർണ്ണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവം കുണ്ടലമുക്താഹാരകാഞ്ചി നൂപുരമുഖ മണ്ഡലങ്ങളും എന്തുമണ്ഡലവദനവും പണ്ടുലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകൊണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ.